Ladies and gentlemen, this is Adarsh and welcome to My Gonadi. ഒരു തമിഴ് സ്പോർട്സ് ഡ്രാമ സീരീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഇപ്പൊ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സമയത്ത് കാണാൻ പറ്റിയ ഒരു സ്പോർട്സ് ഡ്രാമ, തമിഴ് സ്പോർട്സ് ഡ്രാമ സീരീസ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബേസ്ഡ് സീരീസ് ആണ് LBW, ലെഗ് ബിഫോർ വിക്കറ്റ് അല്ല, ലവ് ബിയോണ്ട് വിക്കറ്റ്. സോ നമ്മുടെ വിക്രാന്തിന്റെ സീരീസ് ആണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഒക്കെ കാണുന്നവർക്ക് അറിയാം ആരാണ് വിക്രാന്ത്, എന്താണ് വിക്രാന്ത്, വിക്രാന്തിന്റെ റേഞ്ച് എന്താണെന്നൊക്കെ. ഞാൻ ഇപ്പൊ ആ പരിപാടി ഒന്നും കാണാറില്ല, മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് വിക്രാന്ത് ഔട്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. അജാതി കിഡു പ്ലെയർ ആണ്. സോ ഇതില് നമ്മുടെ വിക്രാന്തിന്റെ ക്യാരക്ടർ ബിഗില് നമ്മുടെ വിജയണ്ണൻ, തളപതി വിജയ്, അല്ലെങ്കിൽ നമ്മുടെ ജേഴ്സിയിലെ നാനി, അവരുടെയൊക്കെ ഒരു സിമിലർ ക്യാരക്ടറാണ്. സെയിം സാധനം ഡിറ്റോസ് ആണെന്ന് ഞാൻ പറയില്ല, സിമിലർ ആണ്. ഹൈലി ടാലന്റഡ് ആയിട്ടൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. തമിഴ്നാട് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ പിന്നെ അവിടെ നടക്കുന്ന പൊളിറ്റിക്സും പരിപാടിയൊക്കെ കാരണം അണ്ണനെ തൂക്കിയെറിഞ്ഞു. ആ അണ്ണൻ ആള് പഠിച്ച അതേ ക്രിക്കറ്റ് അക്കാഡമിയിൽ PT സാറായി ജോയിൻ ചെയ്യാണ്. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. 16 എപ്പിസോഡാണ് ഈ സീരീസിന്റെ വന്നിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 14 എപ്പിസോഡൊക്കെ വെരി ആവറേജ് ആയിട്ടാണ് തോന്നിയത്. എന്നാൽ 16ാമത്തെ എപ്പിസോഡില് വിക്രാന്തിന്റെ ഒരു റീ ഇൻട്രോ ഉണ്ട്. ആ സമയത്ത് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. ലിറ്ററലി അടിച്ചു, ഗൂസ് ബംസ് അടിച്ചു. അജാതി പെടസാണ്. അതുവരെ ഉണ്ടായിരുന്ന എന്റെ സകല അഭിപ്രായം മാറി. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഈ വ്യാഴാഴ്ച ഇറങ്ങും അടുത്ത എപ്പിസോഡ് എന്നൊക്കെയാണ് പറയുന്നത്. ആ 16ാമത്തെ എപ്പിസോഡ് തന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിക്കറ്റ് ആൻഡ് വിക്രാന്ത്, യു കാൻ ഫൈൻഡ് എ ബെറ്റർ കോംബോ ദാൻ ദിസ്. അജാതി കിഡു കോംബോ ആണ്. നമുക്കറിയാം വിക്രാന്തിന്റെ ബ്ലഡിൽ തന്നെ ഉള്ള സാധനമാണ് ക്രിക്കറ്റ്. ആളുടെ ഒരു സ്റ്റാൻസിനെ കാണുമ്പോൾ നമുക്ക് KL രാഹുലിനെയും അതേപോലെ തന്നെ മുരളി വിജയനൊക്കെ ഓർമ്മ വരും. നല്ല രസമാണ്. അങ്ങേര് അടിപൊളിയാട്ടോ, അങ്ങേരെ പെർഫോമൻസ് അടിപൊളിയാണ്. സോ വിക്രാന്തിന്റെ ദീപാവലി ബോണസ് പറഞ്ഞിട്ടൊരു സിനിമയിൽ ആഹയിലാണ് സ്ട്രീം ചെയ്യുന്നത്. എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പെർഫോമർ വിക്രാന്തിനെ കാണണം വെച്ചാൽ അത് കാണണം. സോ ഒരു ദീപാവലി സമയത്ത് ഭയങ്കര ലോവർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും മക്കളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പാരന്റ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഇപ്പോ മദ്രാസിയിൽ ആൾക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിച്ചാ സുദീപിന്റെ മാർക്ക് സിനിമയിൽ ഒരു അടിപൊളി ക്യാരക്ടർ ആയിരുന്നു. സീരിയസ്ലി സൈക്കോ റോളായിരുന്നു അണ്ണന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാതെ അണ്ണനെ പിടിച്ച് ഭിത്തി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. സോ ഈ ക്രിക്കറ്റ് അക്കാഡമിയോട് ചേർന്ന് തന്നെ കോളേജ് ഉണ്ട്. കോളേജ് കം ക്രിക്കറ്റ് അക്കാഡമി ആ പരിപാടിയാണ്. അപ്പൊ അതിൽ ഒരു ലോഡ് പിള്ളേർ ചേരാൻ വരുന്നത്. അവരുടെ എല്ലാവരുടെ ലൈഫിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ 16 എപ്പിസോഡ് പറഞ്ഞാൽ വിക്രാന്തിനെ പറ്റി ഔട്ട് ആൻഡ് ഔട്ട് വിക്രാന്തിനെ പറ്റി പറഞ്ഞു പോകുന്ന ഒരു സീരീസ് അല്ല. അവിടെ ചേരാൻ വരുന്ന കൊച്ചുങ്ങള്, അതായത് കുറെ യങ് ഗേൾസ് ഉണ്ട്, അതേപോലെ തന്നെ കുറെ പിള്ളേരുണ്ട്. അവരുടെ ലൈഫ്, അവർ ഫേസ് ചെയ്യുന്ന ഹഡിൽസ്, അവരുടെ ട്രോമാസ് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. നൈസ് ആണ്. അതായത് തമാശ രൂപേണയാണ് ആദ്യത്തെ ഒരു 10-14 എപ്പിസോഡ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 15-16 കിഡു എപ്പിസോഡ്സ് ആണ്. ചില സമയത്തൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയിട്ടാ. ഇതില് മറ്റേ തങ്കം പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചു നൈസായിരുന്നു. തിയോ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചു നൈസായിരുന്നു. എന്നാ ഇവര് ഈ ക്രിക്കറ്റ് ഡ്രിൽസ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ വൻ ശോകം സാധനമായിരുന്നു. കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണിക്കണ്ടേ. ഇത് ഈ മറ്റേ ഈ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന പിള്ളേരെ പോലെയാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റന് പോലും ഒരു വിലയില്ലാത്ത ഒരു ക്രിക്കറ്റ് ടീമാണ്. അത് എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിലും ദിസ് ഇസ് എ നൈസ് വാച്ച് ആക്ച്വലി. ഇനി വരും എപ്പിസോഡ്സ് കിഡു ആവുമെന്ന് വിചാരിക്കാം. കാരണം ചിലപ്പോൾ ഇനി വിക്രാന്ത് ടീമിന്റെ കോച്ചായിട്ട് മാറും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. സോ ഇത് 2 ക്ലബ് റിവൽസ് ആയിട്ടുള്ള ക്ലബ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അൽ ഹിലാൽ വേഴ്സസ് അൽ നാസർ എന്നൊക്കെ പറയുന്ന പോലെ അതിൽ അൽ ഹിലാൽ അവരുടെ മാക്സിമം പൊളിറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, റഫറീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെയാണ് മറ്റേ ക്ലബ്ബ്. ഇവരുടെ ക്ലബ് എന്താണ്? MNCA, മണിനഗർ ക്രിക്കറ്റ് അസോസിയേഷൻ. മറ്റേ ക്ലബ്ബും ഇതേപോലെ ഹൈലി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ക്ലബ്ബാണ്. റഫറിയെ ഇൻഫ്ലുവൻസ് ചെയ്യും, എന്നിട്ട് അവർ കളി ജയിക്കാനൊക്കെ നോക്കും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സോ അത്യാവശ്യം നല്ലൊരു സീരീസ് ആണ്. അഭിനയിച്ചതിൽ വിക്രാന്ത് കിഡു പെർഫോമൻസ് ആണ്. അവരുടെ പ്രിൻസിപ്പൽ ആയിട്ട് ഒരു സ്ത്രീ ഉണ്ട്, അവര് നന്നായിട്ട്. ബാക്കി അത്യാവശ്യം ശോകം പരിപാടിയാണ് പെർഫോമൻസ് ഒക്കെ. എന്നാലും ബോറടി ഇല്ലാതെ കാണാം. സോ ഇനി ബാക്കിയുള്ള എപ്പിസോഡ്സ് വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ് ഇൻ ഓൾ ലാംഗ്വേജസ്.